അടുത്ത ക്വസ്റ്റ്യൻ വന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനാണ് കേട്ടോ. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു പറയാം. സോ ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ മോസ്റ്റ് ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചർ ഓഫ് ദിസ് മോഡൽ ഈസ് ഇറ്റ്സ് എബിലിറ്റി റിസ്ക്. ഇതൊന്ന് നോട്ട് ചെയ്തോ. എബിലിറ്റി ആണ് ഇതിൻ്റെ അകത്തെ മെയിൻ സംഭവം. കാരണം ഇവിടെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിടക്കുന്നത്. എബിലിറ്റി ടു ഹാൻഡിൽ റിസ്ക്. ഓക്കെ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ ഈസ് റെഫേർഡ് ഹിയർ. സോ ഈ എബിലിറ്റി ടു ഹാൻഡിൽ റിസ്ക് കാണുമ്പോഴേ കുറേ പേർക്ക് ആൻസർ എത്തിക്കണം അല്ലേ. സ്പൈറൽ മോഡലാണ് ഇത്. നമ്മൾ കുട്ടികളോട് കുറേ തവണ പറഞ്ഞിരുന്നു ഈ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുമെന്ന്. നമ്മൾ മറ്റൊരു സെയിം മോഡൽ ക്വസ്റ്റ്യൻ നമ്മുടെ മോക്ക് ടെസ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡലിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് പഠിച്ചിരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ എക്സാമിന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ എബിലിറ്റി ടു ഹാൻഡിൽ റിസ്ക് ഉള്ള അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ ഏതായിരിക്കും എന്നാണ്. അത് സ്പൈറൽ മോഡൽ. ഓക്കെ, തെറ്റണ്ട, സ്പൈറൽ മോഡൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തഡോളജി ഫോർ സോഫ്റ്റ്വെയർ ഡിസൈൻ. ഓക്കെ. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഓക്കെ. സോ ഇത് ഈ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. അതൊരു ഐഡിയ ഡിസൈൻ ആണ്. ഓക്കെ. സോ ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തഡോളജി അല്ല, ഇത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിന്റെ മെത്തഡോളജിയാണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്ന ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു, ബട്ട് ഇറ്റ്സ് ഓൾസോ ആൻ ഈസി ക്വസ്റ്റ്യൻ, റൈറ്റ്? യാ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സോ ഇതൊരു സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ, അതായത് ISO സ്റ്റാൻഡേർഡ് ഈസ് അപ്ലിക്കബിൾ ഫോർ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. സോ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ISO സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ്. അതെനിക്ക് തോന്നുന്നത് എല്ലാവരും എഴുതി കാണും അല്ലേ. എല്ലാവർക്കും കിട്ടാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇതിന്റെ ആൻസർ വരുന്നത് ആൻസർ സി. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നത് ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസാണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യനിൽ ഡാഷ് ടെസ്റ്റിംഗ് വെരിഫൈസ് ദ ഇന്റേണൽ ഡാറ്റ സ്ട്രക്ചർ. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. The internal data structure and algorithms of a module during the validation phase of software development. ഇതും ഈ ഇന്റേണൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം എന്ന് കാണുമ്പോഴേ കുറച്ച് പേർക്കൊക്കെ ആൻസർ കിട്ടി കാണും. കാരണം അത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്. സോ ആൻസർ വരുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. സോ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാലാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിലാണ് എന്ത് വരുന്നത്? ഇന്റേണൽ സ്ട്രക്ചർ നോക്കി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇന്റേണൽ ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം ഒക്കെ എങ്ങനെയാണ് എന്ന് നോക്കി ടെസ്റ്റ് ചെയ്യുന്നതാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. അതേസമയം ബ്ലാക്ക് ബോക്സ് ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മാത്രമേ നോക്കുള്ളൂ, ഇന്റേണൽ സ്ട്രക്ചർ നോക്കത്തില്ല. ഓക്കെ. സോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വാളിറ്റേറ്റീവ് ഇൻഡിക്കേഷൻ ഓഫ് ദ ഡിഗ്രി to which a module, അതായത് degree to which a module focuses on one thing. ഇതെന്തായിരിക്കും? The degree to which a module focuses on one thing. അതിനെ ഏത് ടേം കൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്? മൊഡുലാരിറ്റി ആണോ, കപ്ലിംഗ് ആണോ, കൊഹിഷൻ ആണോ, ഫങ്ഷണൽ ഡിപ്പെൻഡൻസ് ആണോ? അപ്പോൾ ഇത് നമ്മൾ ഇതിലൊരു ടേമിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കൊഹിഷന്റെ ഡെഫിനിഷനാണ് ഈ തന്നിരിക്കുന്നത്. ഡിഗ്രി ടു വിച്ച് എ മൊഡ്യൂൾ ഫോക്കസ് ഓൺ വൺ തിങ്. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മെഷർ ഓഫ് ഹൗ ക്ലോസ്ലി ദ മൊഡ്യൂൾസ് തമ്മിൽ എത്ര ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുള്ളതാണ് കപ്ലിംഗ്. പക്ഷെ കൊഹിഷൻ്റെ തന്നെ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ടു വിച്ച് എ മൊഡ്യൂൾ ഫോക്കസ് ഓൺ വൺ തിങ്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഡെഫിനിഷനും വരുന്നത്. സോ ഇതിലും ഡൗട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ട്രിക്കിയാന്ന് വേണേൽ പറയാം. Which of the following is false when calculating cyclomatic complexity V of G
ഫോർ എ ഫ്ലോ ഗ്രാഫ് ജി. ഓക്കെ, ഒരു ഫ്ലോ ഗ്രാഫിൽ താഴെ പറയുന്ന ഏതാണ് ഫോൾസ്. ഓക്കെ, ഓപ്ഷൻ എ ദ നമ്പർ ഓഫ് റീജിയൻസ്, ഓപ്ഷൻ ബി v of g equal to e minus n plus 2 where e is the number of edges and n is the number of nodes. അത് ഗ്രാഫ് പഠിക്കുന്നത് നമുക്കറിയാം. v of g equal to p plus 1 where p is the number of predicate conditions. ഇതിലേതായിരിക്കും ഫാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ശരിക്കും പറഞ്ഞ ഒരു ചെറിയ ആംബിഗ്യൂറ്റി ഉണ്ട്, എന്നാലും ഒരു ആംബിഗ്യൂറ്റി പറയാൻ പറ്റും. ബി ഇതൊരു ഇക്വേഷൻ തന്നെയാണ്. ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 2 എന്നുള്ളത് പിന്നെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റിയുടെ അതിൽ വരുന്ന ഒരു ഇക്വേഷനാണ്. അതുകൊണ്ട് ബിയും സിയും കറക്റ്റാണ്. ബി ആൻഡ് സി ഉറപ്പായിട്ടും കറക്റ്റാണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് റോങ് ആൻഡ് ചാൻസ് ഉള്ള എ ആൻഡ് ഡി ആണ്. എ ഒരു ചെറിയ ആംബിഗ്യൂറ്റി ഉണ്ട്, സോ ആൻസർ വരാൻ ചാൻസ് ഡി ആയിരിക്കും. ഓക്കെ, so I think answer is D. So there is an ambiguity here. So question cancel ആക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. So ഇവിടെ which of the following is a system testing done among the small group of customers? See here 4 options are given: alpha testing, beta testing, stress testing, and none of the above. So I mean we don't have to think a lot on this actually, because the question given is which of the following is a system testing done among the small group of customers. So small group of customers എന്നുള്ള വേർഡ് തന്നിട്ടുണ്ട് അല്ലേ? നോക്കാനൊന്നുമില്ല, ആൻസർ നമുക്കറിയാം ബീറ്റ ടെസ്റ്റിംഗ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. നമുക്ക് ചില ഫോർ എക്സാമ്പിൾ വാട്സപ്പിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ചില സോഫ്റ്റ്വെയറിൻ്റെ ബീറ്റ വേർഷൻസ് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? സോ വി ആർ കസ്റ്റമേഴ്സ്. സോ ഈ ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ബീറ്റ വേർഷൻസ് ഒരു കുറച്ച് ഗ്രൂപ്പ് കസ്റ്റമേഴ്സിന് ആക്സസിബിൾ ആയിട്ട് കൊടുക്കും. അപ്പോൾ അവരത് ടെസ്റ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഡിഫക്റ്റ് ഫൗണ്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇഷ്യൂസ് ഫൗണ്ട് ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് ആ ഇഷ്യൂസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ ബീറ്റ ടെസ്റ്റിംഗ്. ഓക്കെ, ഇതിൽ ഡൗട്ട് വരേണ്ട കാര്യമില്ല, കാരണം ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ബീറ്റ ടെസ്റ്റിംഗ്. Further question, so which software size metrics can be used size of a software product directly from the problem specification? Okay, so ഇതാണ് ഇവിടെ മെയിൻ സംഭവം. സോ ഡയറക്ട്ലി ഫ്രം ദ പ്രോബ്ലം സ്പെസിഫിക്കേഷൻ. ഓക്കെ, സോ ഏത് എസ്റ്റിമേഷൻ ടെക്നിക്കാണ് we can use directly from the problem specification എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഫംഗ്ഷൻ. സോ ഇപ്പോൾ നമ്മൾ ലൈൻ ഓഫ് കോഡൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പറ്റുമോ? പ്രോബ്ലം സ്പെസിഫിക്കേഷനിൽ നിന്ന് പറ്റുമല്ലോ. നമ്മൾ കോഡ് എഴുതാൻ എത്ര ഇത് വേണം എന്നുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇതിൻ്റെ സൈസ് ഓഫ് സോഫ്റ്റ്വെയർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഫംഗ്ഷൻ പോയിന്റ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. So next question, which of the following is not a level of capability maturity model developed by Software Engineering Institute of Carnegie Mellon University, CM University എന്ന് ഡെവലപ്പ് ചെയ്ത CM മോഡലിൻ്റെ ഒരു ലെവൽ അതല്ലാത്തത് ഏതാണ്? ഓക്കെ എന്നാ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ശരിക്കും നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ CM യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമുക്ക് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു തന്ത്രമായത്. ആക്ച്വലി നമുക്കറിയാം CMM മോഡൽ ഡെവലപ്പ് ചെയ്തത് തന്നെ CM യൂണിവേഴ്സിറ്റിയാണ് അല്ലേ? സോ ഇതിൻ്റെ അകത്ത് ആക്ച്വൽ ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? മോഡലിലെ ഒരു ലെവൽ അല്ലാത്ത ഏതാണെന്നാണ് ഇതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ. ഓക്കെ, CMM മോഡൽ ഇറ്റ് സെൽഫ് വാസ് ഡെവലപ്ഡ് ബൈ CM യൂണിവേഴ്സിറ്റി. സോ നമ്മൾ ഇതിൽ നമ്മളെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുകപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നേ പറയുള്ളൂ. കാരണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും പിന്നെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ലെവൽ ഈ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യാത്തതുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ നമ്മൾ CMM മോഡൽ പഠിച്ചവരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റും. കാരണം സോ ഇതിൽ നോക്കുവാണെങ്കിൽ ഒപ്റ്റിമൈസിങ് ഒരു ലെവലാണ്, CMM മോഡലിൻ്റെ ലെവലാണ്, റിപ്പീറ്റബിൾ ഒരു ലെവലാണ്, ഡിഫൈൻഡ് ലെവലാണ്. പക്ഷേ
വെരിഫയബിൾ ലെവലാണോ? അല്ല. CMM മോഡലിലെ ഒരു ലെവൽ അല്ലാത്ത വെരിഫയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് അതാ. ഓക്കെ, ഇതുണ്ടോ നമ്മൾ വേണ്ടി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അത്രേ ഉള്ളൂ. Otherwise, it's a direct easy question, right? Yeah. So another question: if a real-time system is used to control the safety system in a car, okay, it must detect a possible crash and inflate an air for the driver's head hits the steering wheel. Which control model is suitable for this? Correct? But most suitable answer എന്ന് പറയുന്നത് കാരണം നമുക്ക് ആലോചിച്ചാൽ മതി. സോ ഈ സ്റ്റിയറിംഗ് ഇടിക്കാൻ പോവുക, അതേപോലെ ലൈക്ക് കാർ ക്രാഷ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവിടെ വരാൻ ചാൻസ് ഉള്ള ഇൻട്രപ്റ്റ്സ്. ഓക്കെ, സോ ഈ ഇൻട്രപ്റ്റ്സിന്റെ സമയത്ത്, അതായത് ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ ഒരു ഇൻട്രപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇൻട്രപ്റ്റിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇത് വർക്ക് ചെയ്യേണ്ടത്, ഈ സേഫ്റ്റി സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇൻട്രപ്റ്റ് ഡ്രിവൻ മോഡലാണ്. ബട്ട് സ്റ്റിൽ ഐ എം ടെലിംഗ് യു ദെയർസ് എ കൺഫ്യൂഷൻ. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്യാൻസൽ ആക്കുമെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ലെറ്റ് സി. ഓക്കെ, ബട്ട് മോസ്റ്റ് അക്യുറേറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് which of the following requirement elicitation method is used to understand the social and organizational requirement? ഏതാ? social and organizational requirement. Okay. സി സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ റിക്വയർമെന്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആ പിന്നെ അവിടെയുള്ള പീപ്പിളിനെ സ്റ്റഡി ചെയ്യണമെങ്കിൽ, അവരുടെ നാച്ചുറൽ എൻവറോൺമെന്റിൽ പോയി നമുക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജിയാണ് എത്നോഗ്രഫി. ഓക്കെ, സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഓക്കെ, ഇനി 100 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെയിൻ്റനൻസ് ഇൻവോൾവ്സ് എൻഹാൻസിങ് ഫങ്ഷണാലിറ്റീസ് of the system according to the customer's requirement? ഓക്കെ, കസ്റ്റമർ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മളുടെ സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യുന്ന ഓക്കെ മെയിൻ്റനൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പെർഫെക്റ്റീവ് മെയിൻ്റനൻസ്. സോ പെർഫെക്റ്റീവ് മെയിൻ്റനൻസിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൻ്റെ ഫങ്ഷനാലിറ്റി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത് ബൈ ആഡിങ് ന്യൂ ഫീച്ചേഴ്സ്. ഓക്കെ, ന്യൂ ഫീച്ചർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്ന ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് പെർഫെക്റ്റീവ് മെയിൻ്റനൻസിലാണ്. സോ ഇറ്റ്സ് ഓഫൺ യൂസ് ടു അഡ്രസ് ദ യൂസർ റിക്വയർമെൻറ്റ്. ഓക്കെ, യൂസർ ഓർ ബിസിനസ് റിക്വയർമെൻറ്റ് ബേസ്ഡ് ചെയ്തിട്ടായിരിക്കും എൻഹാൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആസ് എ ഹോൾ എനിക്ക് തോന്നുന്നു 1 or 2 ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഒരു 2 ക്വസ്റ്റ്യൻസ് ആവറേജ് ഓർ എബോവ് ആവറേജ് വരും. ബാക്കിയൊക്കെ ഒരു ബിലോ ആവറേജ്, ഐ മീൻ നോട്ട് ബിലോ ആവറേജ്, ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു.